ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കോഴിക്കോട് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കേട്ടോ ഇത്. ഈ ഒരു ലൈറ്റാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ലൈറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഇത്രയും ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പം ആ ഭാഗത്തേക്കാണ് നമുക്ക് പോകാനുണ്ടായിരുന്നത്. ഞാനിതേ പോയിട്ട് തിരിച്ചു വരികയാണ് കേട്ടോ. അപ്പോൾ കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയ അപ്പയിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ തിരക്കാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കോഴിക്കോട്ടുകാരുടെ മൊത്തം ഉത്സവമാണ്. ഈ ഒരു ഉത്സവം കാണാൻ ഇത്ര ആക്രാന്തം എന്തായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈറ്റാണ് കേട്ടോ. എൻ്റെ പൊന്നോ, ലക്ഷങ്ങൾ കോടികൾ എത്ര പറയണം എന്നറിയില്ല, അത്രയും കിലോമീറ്ററുകൾ കണക്കെയാണ് ഈ ഒരു ലൈറ്റ് പോകുന്നത് കേട്ടോ. ഈ ലൈറ്റിൻ്റെ ഇടയിൽ എന്നെ ആകർഷിച്ച ഒരു സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഈ ചെണ്ട കൊട്ടുന്ന ആളെ കണ്ടോ? എനിക്ക് ഈ ഒരു ലൈറ്റാണ് കേട്ടോ ഏറ്റവും ഇഷ്ടമായത്. എന്താണെന്നറിയില്ല, എന്തോ ഒരു പ്രത്യേക ഭംഗി എനിക്ക് തോന്നി, ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് പറ്റിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ലൈറ്റ് കാണാനാണല്ലോ നമ്മൾ പോയത്, വീഡിയോ എടുക്കാനാണ് മെയിനായിട്ട് പോയതല്ലേ. അപ്പം ഞങ്ങൾ ഈ സ്റ്റാർട്ടിങ്ങിൽ കയറിയപ്പോൾ തന്നെ അവർ പറഞ്ഞു ഉള്ളിലേക്ക് പാർക്കിങ്ങിന് സ്പേസ് ഇല്ല, അപ്പം നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും വെക്കണമെന്ന്. അപ്പം ഞങ്ങൾ ആ ലൈറ്റൊക്കെ തുടങ്ങുന്ന അവിടെ തന്നെ വെച്ചത് കൊണ്ട് ഗൈസ് ഒരു സൈഡ് കൂടെ നടന്നിട്ടാണ് കാണാൻ പറ്റിയത് കേട്ടോ. അതേപോലെ തന്നെ വീഡിയോ എടുക്കാനും ഒരു സൈഡിൽ നിന്നിട്ട് എടുക്കേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഭംഗി മുഴുവനായിട്ട് ഫോണിൽ പകർത്താൻ പറ്റിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ വാഹനത്തിൽ തന്നെ പോകുന്നവർക്ക് സുഖമായിട്ട് അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടാവും. അത്രയും അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി ഗൈസ് അത്രയും തിരക്കാണ് കേട്ടോ. ഇവിടുത്തെ ഒരു ജനങ്ങളല്ലെങ്കിൽ അവിടുത്തെ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല തിരക്കാണ്. കാല് കുത്താൻ സ്ഥലമില്ല എന്ന് പറയണ പോലെ, സൂചി കുത്താൻ സ്ഥലമില്ല എന്ന് പറയുന്ന പോലെ അത്രയും തിരക്കാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. ഒരുപാട് സാധനങ്ങളുണ്ട് ഗൈസ് ഇവിടെ. പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോഴേ ഉറപ്പിച്ചിട്ടായിരുന്നു പോയത്, ഒന്നും വാങ്ങിയില്ല എന്നിട്ടോ. ഈ കമ്മലിൻ്റെ സെക്ഷനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ സാധാരണ ഞാൻ ഒരെണ്ണം വാങ്ങലുണ്ട്. ഇപ്പോൾ 2 അമ്പലങ്ങളിൽ ഞാൻ പോയിട്ട് ഒന്നും വാങ്ങാതെയാണ് കേട്ടോ പോകുന്നത്. അത് വീട്ടിൽ നിന്ന് ഇങ്ങനെ ചിലവാക്കണ്ടെന്നിങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് ഇറങ്ങൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഒന്നും വാങ്ങിയിട്ടില്ല. ലച്ചുമോൾക്ക് ഒരു PP മാത്രം വാങ്ങി. ലച്ചുമോൾ പിന്നെ അങ്ങനെ തന്നെയാണ് കേട്ടോ. എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവൾ വേറൊന്നും വേണമെന്ന് പറയില്ല. അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ എൻട്രൻസ് ഭാഗത്തുള്ള ഒരു ഗോപുരമാണ് കേട്ടോ. ഇതിലാണ് നമ്മൾ അകത്തേക്ക് കടക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് കയറി തൊഴുതിട്ടൊക്കെയാണ് വന്നത്, ഞാനും മോളും കൂടെ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഹിസ്റ്ററി എനിക്ക് എവിടെ നിന്നും കിട്ടിയില്ല കേട്ടോ. കുറച്ചെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് ഈ അമ്പലത്തിനെ കുറിച്ച് അറിയാമെന്ന് വിചാരിച്ചിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കി, ഒന്നും കിട്ടിയില്ല. അതേപോലെ യൂട്യൂബിൽ നോക്കിയിട്ടോ ആരെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടോയെന്ന്. പക്ഷെ എല്ലാവരും ഇതിൻ്റെ ഒരു വ്യൂവും കാര്യങ്ങളും ഇട്ടു എന്നല്ലാതെ ഇതിൻ്റെ ഹിസ്റ്ററിനെക്കുറിച്ചോ ഇതിനെക്കുറിച്ചൊന്നും ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അതൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും പറ്റുന്നവരൊക്കെ ഒന്ന് പോയി നോക്കുക. അത്രയും അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. കണ്ണിറയെ കാഴ്ചകൾ കണ്ടിട്ട് തന്നെ നമുക്ക് മടങ്ങാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇനി നമ്മൾ മാനഞ്ചിറ സ്ക്വയറിലേക്കായിരിക്കും പോവുക. ഇനി അടുത്ത വീഡിയോ അതായിരിക്കട്ടെ. അപ്പോൾ ടാറ്റ ബൈ ബൈ.